എൻ്റെ നാരായണ, സിനിമയിലേക്ക് കയറാൻ ഓരോ സിനിമാക്കാർ പല ജോലിയും ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊരു ജോലിക്ക് പോവാ. ഷൂട്ടിംഗ് കാരണം ഹോം ഡെലിവറിക്ക് പോകാൻ പറ്റാത്ത വിധം തിരക്കിലാവണേ. എന്നെ കാത്തോളണേ. എല്ലാ നീക്കവും ശ്രദ്ധാപൂർവമായിരിക്കണം. നാളെ ശനിയാഴ്ച രാത്രി 10 മണി കഴിഞ്ഞാൽ പോലീസ് പെട്രോളിംഗ് ശക്തമാണ്. മാളിൽ നമ്മുടെ ഒരാൾ സെക്യൂരിറ്റിയായി കയറിയിട്ടുണ്ട്. അവിടെ ചെന്ന് അയാളെ വിളിച്ചാൽ നിങ്ങൾക്ക് അകത്ത് കയറേണ്ടതും പോകേണ്ടതും ബോംബ് വയ്ക്കേണ്ടതുമായ സ്ഥലം അയാൾ കാട്ടിത്തരും. അഥവാ അബദ്ധം കാണിച്ചാൽ സ്വയം വെടിവെച്ച് മരിച്ചേക്കണം. കേട്ടല്ലോ? മരിക്കുന്നതിന് മുമ്പ് 2 വട്ടം എനിക്ക് മിസ്ഡ് കോൾ തരണം. അല്ലാതെ മരണവിവരം എനിക്ക് അറിയാൻ കഴിയില്ല. തീവ്രവാദി മൻസൂർ മരിച്ചപ്പം അയാൾ എനിക്ക് മിസ്ഡ് കോൾ തന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ആ മാസത്തെ അയാളുടെ ശമ്പളം ഞാൻ കൊടുത്തില്ല. അറിയാലോ? അപ്പോൾ നാളെ വിളിച്ചാൽ മതി. ശരി. സർ, അകത്ത് പറഞ്ഞ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ഈ സാൻഡ്വിച്ചിന്റെ കാശും വേണ്ട, എന്നെ കൊല്ലരുത്. എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം? പെട്ടെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. സത്യമായിട്ട് എന്നെ വിശ്വസിക്കൂ. എങ്ങനെ മരിക്കാനാ നിനക്കിഷ്ടം? എനിക്ക് വയസ്സായിട്ട് ചത്താ മതി. സത്യത്തിൽ സാജൻ എന്ന ആന്റിയെ കൊണ്ടുപോകാൻ വരുന്നവരെ ഞങ്ങൾക്കുണ്ടായിരുന്ന പിക്ചർ വേറെയായിരുന്നു. ബിക്കോസ് അവൾ പറഞ്ഞ അറിവല്ലേ ഞങ്ങൾക്കുള്ളൂ. എനിവേ, ഇതൊരു അവസരമാണ്. ഞങ്ങൾ എല്ലാവരും എടുത്ത തീരുമാനമാണ്. പനി പിടിച്ച് കിടക്കുമ്പോഴെങ്കിലും അവിടെ തണ്ടിച്ചിരി കുറയുന്ന ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ സാറ് പറയുന്ന പോലെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് ശരിയാവോ? ഇല്ല സാജൻ, അവക്ക് അവിടെ കഴിക്കാൻ പോലും ഫുഡില്ല. ഞങ്ങളെ മനഃപൂർവ്വമാണ് അവിടെ നിൽക്കാതിരുന്നത്. സാജൻ അങ്ങ് ചെല്ല്. സാജനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഞങ്ങളല്ലേ പറയുന്നത്. എന്താടാ, കസ്റ്റമേഴ്സിന്റെ വെള്ളം കുടിപ്പിച്ചാ? എന്റെ സാജൻ ഭായ് ഇന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ബൈക്കിലൊക്കെ പോകുമ്പോ സൂക്ഷിച്ചു വേണ്ടേ ആനന്ദ്? നാളെ മലയാളികൾ നിങ്ങളെ നോക്കി ആരാധിക്കുക അഭിമാനിക്കുകയൊക്കെ വേണ്ടതല്ലേ? എന്റെ ഭായ്, നിങ്ങളെ കാണുമ്പോ ഞാൻ എത്ര വിഷമത്തിലാണെങ്കിലും കൂളാവും. ഈ പോസിറ്റീവ് എനർജി എവിടുന്ന കിട്ടുന്നത്? എടാ കാര്യം പറ. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ടല്ല, കൊന്നിട്ട് ശീലുള്ള ആളുടെ വീട്ടിലാണ് ഞാൻ പോയത്. അതൊരു തീവ്രവാദിയുടെ വീടായിരുന്നു. അയാൾ ഏതോ മോളില് ബോംബ് വയ്ക്കുന്നതിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്തോണ്ടിരുന്നേ. അത് പ്ലാൻ ചെയ്ത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അയാൾ എന്നെ കണ്ടേ. എന്നെ കൊല്ലാൻ തീരുമാനിച്ച അയാളുടെ മുമ്പിൽ ഞാൻ പെട്ടപ്പോഴേ അബദ്ധവശാല് വരാറുള്ള ഒരു സംഭവമുണ്ട്. എന്റെ പൊട്ടത്തരം അതൊന്ന് ഭാഗ്യവശാല് വന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. സത്യം പറയടാ, നുണ പറഞ്ഞല്ലേ? ഇല്ല സാജ, ഇവ മണ്ടത്തരം പറഞ്ഞാലും നുണ പറയില്ല. സാജ, തമിഴന്മാരോട് നമ്മൾ എന്തു പറയും? തമിഴ്. കന്നഡക്കാരോടോ? കന്നഡ. ഇപ്പൊ മണ്ടന്മാരോടോ? മണ്ടത്തരം. അതാ ഞാൻ പറഞ്ഞേ. പിന്നെ ഇവരോടൊക്കെ ഞാൻ എന്താ പറയാ? ഹലോ, ആനന്ദല്ലേ? അതെ. ഇത് സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. മനസ്സിലായി. തീവ്രവാദിയെ കിട്ടിക്കാണൂല്ലേ? എനിക്കതിന് വലിയ അവാർഡൊന്നും വേണ്ടാട്ടോ. അവാർഡിലൊന്നും എനിക്ക് താല്പര്യമില്ല. കിടന്ന് ചിലക്കാനാടാ പറയുന്ന കേക്ക്. നീ തീവ്രവാദി എന്ന് പറഞ്ഞ് പോലീസിൽ വിവരം നൽകിയാൽ സുപ്രസിദ്ധ കഥാകൃത്ത് ശ്രീവത്സനാണ്. അയാളെ കഥ എഴുതാൻ പോലും നീ ഒന്നും വിടില്ലടാ റാസ്കൾ. നേരിൽ ഇത്തരം പണിയും കൊണ്ട് പോലീസിന്റെ അടുത്ത് വന്ന ചവിട്ടി നിന്റെ നട്ടല് എന്ന് വിളിക്കും. കേട്ടല്ലോ? ഫോൺ വെക്കാൻ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞോടാ. വെച്ചിട്ട് പോടാ. ഒരു അവാർഡ് വേണ്ടെന്ന് പറഞ്ഞതിന് ഇത്രയ്ക്ക് തെറി വിളിക്കണം?